3 പേരിൽ 2 പേർ ക്ഷീണിതരാണ് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാവുകയാണ്. ഒരാൾ മുകളിലേക്ക് കയറാനൊരു ശ്രമം നടത്തി. ആ വെള്ളത്തിൽ കുത്തൊഴുക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അപ്പോൾ അത് അപകടമാണ്. മരം മുറിച്ചിട്ട് കുറുകിയ വഴിയൊരുക്കാനുള്ള നീക്കവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ആ രൂപത്തിൽ അവരെ അപ്പുറത്തെത്തിക്കാനുള്ള ശ്രമം കൂടി, അതായത് എയർ ലിഫ്റ്റിംഗ് അല്ലാതെ മറ്റു മാർഗം കൂടി തേടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദീപക് മലയമ്മ കൂടി. ദീപക്, എന്താണ് നമുക്ക് പുതിയ വിവരങ്ങളുള്ളത്? 2 പേർ ക്ഷീണിതരാണെന്ന് പറയുന്നു, ഒരാൾക്കാണെങ്കിൽ പരിക്കേറ്റിട്ടുമുണ്ട്. സ്മൃതി, ആകെയുള്ള 3 പേരിൽ ഒരാൾ അവിടെ നിന്നും തിരികെ കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിലവിൽ കൃത്യമായി അവരെ നിരീക്ഷിക്കാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും ഒപ്പം തന്നെ ഫോറസ്റ്റ് സംവിധാനങ്ങൾക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് പൂർണ്ണമായും ഈ മേഖലയിലേക്ക്, അതായത് സുരക്ഷയുള്ള ഒരു മേഖലയിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നിലവിൽ വലിയ കുത്തൊഴുക്ക് ആ മേഖലയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഒരു വടം കെട്ടി ഉൾപ്പെടെ ആ മേഖലയിൽ അവർക്ക് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഏതെങ്കിലും തരത്തിൽ മരം ഉൾപ്പെടെ മുറിച്ച് അവിടേക്ക് മറ്റൊരു പാലം ഉൾപ്പെടെ സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുമുണ്ട് ഈ ദൗത്യ സംഘം അവിടെ നിന്ന്. ഇപ്പോൾ കൂടുതൽ യന്ത്രങ്ങൾ, മരമുറിക്കുന്നതിനടക്കമുള്ള യന്ത്രങ്ങളടക്കം ഈ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ കാലാവസ്ഥ വളരെ പ്രതികൂലമായി തുടരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ദൗത്യ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ എയർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറെക്കുറെ സാധ്യമാകാത്ത സാഹചര്യം ഉണ്ടാവും. നേരത്തെ റോഷിബാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിൽ അത് ദുഷ്കരമായി തുടരുന്ന സാഹചര്യമുണ്ട്. മറുവഴികൾ തേടുക എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ആ മേഖലയിൽ തുടരുകയും ചെയ്തത്. ഞാൻ അവിടെയുള്ള സംഘവുമായൊക്കെ സംസാരിക്കുമ്പോൾ ചോദിച്ചിരുന്നു, ഏതെങ്കിലും തരത്തിൽ ഈ വടം ഉൾപ്പെടെ താഴേക്ക് ഇട്ടുകൊടുത്ത് അവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളത്. പക്ഷേ അപ്പോഴും പറയുന്നത് ഈ ചെങ്കുത്തായ പ്രദേശത്താണ് ഈ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിൽ വടമിട്ട് കൊടുത്ത് അവിടെ നിന്നും പുറത്തേക്ക് വലിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അത്രയധികം കുത്തൊഴുക്ക് നിലവിൽ സൂചിപ്പാറയിലുണ്ട് എന്നുള്ളത് കൂടി അവിടെ നിന്ന് നമുക്ക് വിവരങ്ങളായി ലഭിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകൾ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിയും. മരം മുറിച്ചിട്ട് വഴിയൊരുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ കുത്തി ഒലിച്ചുകൊണ്ടുള്ള ഒഴുക്കാണ്. അത് ഒരു അപകടം ചെയ്യും. അവിടെ നിന്ന് ഒരാൾ നടന്നൊന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി, പക്ഷേ അത് അപകടം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. എയർ ലിഫ്റ്റിംഗ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല എന്നുള്ളതാണ്. എയർ ലിഫ്റ്റിംഗിൽ ശ്രമം നടന്നിരുന്നു, ഒരാളെ മുകളിലേക്ക് കൊണ്ടുപോയി എന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, എയർ ലിഫ്റ്റിംഗ് ദുഷ്കരമാണ്. ആ ദൃശ്യങ്ങൾ നേരത്തെ റോഷിബാൽ നൽകിയ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങൾ മഞ്ഞ് മൂടി നിൽക്കുന്ന മേഖലയാണ്. പൂർണ്ണമായും അവിടെ കാഴ്ച തന്നെ അവിടെ ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ്. അപ്പോൾ എയർ ലിഫ്റ്റിംഗ് ഒട്ടും സാധ്യമല്ലാത്തൊരു സാഹചര്യം കൂടി. മാത്രമല്ല, ഈ സൂചിപ്പാറയിൽ അതിശക്തമായ മഴയും പെയ്യുന്നുണ്ട്. അവരുമായിട്ടുള്ളൊരു ആശയവിനിമയം സാധ്യമാകുന്നില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ 3 പേരും സുരക്ഷിതരാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. അവർക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എങ്ങനെ ഇപ്പുറത്ത് കടത്താനാകും എന്നുള്ളതാണ്. അവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയിരിക്കുന്നു. 2 പേർ ക്ഷീണിതരാണ്. സ്വാഭാവികമായും ഇത്ര മണിക്കൂറായി ഒരു പാറപ്പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം അവർക്ക് എങ്ങനെയാണ് ഇപ്പുറത്തേക്ക് കടക്കാനാവുക? മണിക്കൂറുകൾ ചെല്ലുന്തോറും അവർ ക്ഷീണിതരാകുന്നുണ്ട്. അതിലൊരാൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. പരിക്കേറ്റ ആൾക്ക് ചികിത്സ നൽകി എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. മഴയുണ്ട്, അതോടൊപ്പം തന്നെ മഞ്ഞുമുണ്ട്. രണ്ടും കൂടി ചേർന്നുകൊണ്ട് അവിടെ കാഴ്ച തന്നെ മങ്ങുന്നൊരു സാഹചര്യമാണ്. അതാണിപ്പോൾ എയർ ലിഫ്റ്റിംഗ് ദുഷ്കരമാക്കുന്നത്.